മഴയേക്കാൾ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഈ മണിക്കൂറുകളിൽ വീശിയടിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ പൂട്ടാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം കരുതിക്കൂട്ടിയിറക്കിയ സൈബർ ക്യാപ്സ്യൂളുകൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നത്. നാട് ഭരിക്കുന്ന വി.ഡി. സതീശൻ സർക്കാരിനെ പ്രതിപക്ഷത്തിന്റെ സൈബർ ആക്രമണങ്ങൾ കൊണ്ട് നേരിടാൻ വന്നതിനെ വലിയ രീതിയിൽ തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ഒരു രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. വെക്കുന്ന വെടിയെല്ലാം തിരിച്ചു കൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുതിയ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തുന്നത്. ആ ബൈറ്റ് നമുക്ക് കാണാം. അതെ, ഒരു മിനിറ്റ് നോക്കണേ. എന്തോ ഈ ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നത്. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയിരുന്നു വിജയൻ. രാവിലെ പലരും അയച്ചു തന്നൊരു വീഡിയോ ആണ്. കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഏതൊരു പാവപ്പെട്ട അമ്മ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുകയാണ്. ആ ക്യാമ്പിലെ പരിമിതികളെ പറ്റി പറയുന്നു. എന്തോത്തിനാണ് ഈ ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇതിനേക്കാൾ എത്രയോ ഡീസന്റ് ആണ് ആ വിജയൻ എന്ന് ചോദിച്ചിട്ട് പോകുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വിവരം അറിയിച്ചു. ആറന്മുള എം.എൽ.എ. ശ്രീ അബിൻ വർഗീയെ ഫോണിൽ കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ അബിൻ തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അയച്ചു തന്നിരിക്കുന്നത്. അതുകൂടി നോക്കാം. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജിലിമം പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അത്രയേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. എനിക്ക് ആ അമ്മയോട് പ്രത്യേകിച്ച് പരിഭവമൊന്നും തോന്നിയില്ല. പക്ഷേ ആ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയുടെ നാവിലേക്ക് സ്വന്തം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം കുത്തിത്തിരികെ കൊടുത്ത ആ ബിജിലിമോൻ ആരാണെന്ന് കാണണ്ടേ? അമ്പട കേമ സഖാവ് ബിജിലി കുട്ട കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ ബിജിലിമോൻ എന്ന് പറയുന്ന ചങ്ങാതി. പത്തനംതിട്ടയിൽ കനത്ത മഴയെ തുടർന്ന് ജലപ്രവാഹം ശക്തമായപ്പോൾ ഒരു സാധാരണ വീട്ടമ്മ ദുരിതാശ്വാസ ക്യാമ്പിലെ പരിമിതികളെ കുറിച്ച് സർക്കാരിനെതിരെ രോക്ഷത്തോടെ സംസാരിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റ് സൈബർ സഖാക്കൾ വ്യാപകമായിട്ട് പങ്കുവച്ചിരുന്നു. പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലമായിരുന്നു ഇതിലും എത്രയോ ഭേദമെന്ന് ആ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു. ആറന്മുള എം.എൽ.എ. അബിൻ വർക്കിയുടെ ഇടപെടലിലൂടെ കോഴഞ്ചേരിയിലെ CPM പ്രാദേശിക നേതാവായിട്ടുള്ള ബിജിലി മോൻ എന്ന സഖാവ് ആ പാവ അമ്മയെ ഭയപ്പെടുത്തി നിർബന്ധിച്ച് പറയിപ്പിച്ച സ്ക്രിപ്റ്റ് ആയിരുന്നു ഇതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവുകളോടെ തുറന്നു കാട്ടിയിരിക്കുകയാണ്. നാട്ടിൽ ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ MLA-യും ഉദ്യോഗസ്ഥരും ജനങ്ങളും ഒരേ മനസ്സോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ മുഴങ്ങിയിരിക്കുമ്പോൾ അതിനിടയിലേക്ക് ഇത്തരം രാഷ്ട്രീയ വിഷം കുത്തിവെക്കാൻ പോകുന്നതിനേക്കാൾ അന്തസ് പമ്പയാറ്റിലെ കുത്തിയൊലിച്ചു വരുന്ന ചെളി വാരി തിന്നുന്നതാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിച്ചത്. എന്റെ പൊന്നു ബിജിലി, ആ പമ്പയാറ്റിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചെളി വാരി തിന്നാൽ ഇതിനേക്കാൾ അന്തസ് കാണും. ഒരു നാടിനെ ചേർത്ത് പിടിക്കുന്ന നാട്ടിലെ MLA അബിൻ വർക്കിയും കുറെ ഉദ്യോഗസ്ഥന്മാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും എല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിനിടയിലും ഈ വിഷവുമായി കയറാൻ ചില്ലറ ഉടുപ്പൊന്നും പോരെന്റെ പൊന്നു ചെങ്ങാതി. നിങ്ങളെപ്പോലുള്ള ദുരന്തങ്ങളെയും ഈ മഴയും ഒരുപോലെ ഈ നാട് നേരിടും. മഴ പെയ്തു തുടങ്ങിയ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ദുരിതബാധിതരെ മറന്ന് മലപ്പുറത്ത് വിരുന്നുണ്ട് നടക്കുകയാണ് എന്ന രീതിയിലുള്ള മറ്റൊരു ക്യാപ്സ്യൂളും പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ മലപ്പുറത്തെ ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് ഒരു സാധാരണ ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ കയറി അദ്ദേഹം ഭക്ഷണം കഴിച്ചതിനെയാണ് വലിയ വിരുന്നായിട്ട് ഇവർ ചിത്രീകരിച്ചത്. സ്വന്തം വീട്ടിൽ വരുന്ന അതിഥിക്ക് എന്ത് ഭക്ഷണം നൽകണമെന്നത് ആ വീട്ടുകാരന്റെ ഔചിത്യമാണെന്നിരിക്കെ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ച സഖാക്കളെ മാങ്കൂട്ടത്തിൽ വലിച്ചു കീറി ഒട്ടിച്ചു. നമ്മുടെ നാട് ഒരു ദുരന്തത്തെ അതിജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ രാഷ്ട്രീയം പറയുവാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ഈ സംസ്ഥാനത്തിനെതിരാണോ? നിങ്ങൾ കേരള വിരുദ്ധരാണോ? ഇതിലൊരൊറ്റ ചോദ്യം പോലും ഇന്ന് ഉയർന്നതല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി വിജയൻ ഈ നാട് ഭരിച്ചപ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടുവാൻ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ അതിനെ പ്രതിപക്ഷം വിമർശിച്ച സമയത്ത് പ്രതിപക്ഷത്തെ നേരിടുവാൻ സർക്കാരും സർക്കാരിന്റെ വാഴ്ത്തുപാട്ട് സംഘവും നിരന്തരമായി ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ആക്രോശങ്ങൾ. പക്ഷേ ഇതിലൊന്നുപോലും ഞങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദുരന്തത്തിന്റെ സമയത്തെന്നല്ല ഏത് സമയത്തും പറയേണ്ടത് തന്നെയാണ് രാഷ്ട്രീയം. ഞങ്ങൾക്ക് പ്രതിപക്ഷത്തോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ കാമ്പുള്ള കഴമ്പുള്ള രാഷ്ട്രീയം പറയൂ. നിങ്ങൾ എന്തിനാണ് ഈ പരിഹാസങ്ങൾക്ക് പിന്നാലെ പോകുന്നത്? നമ്മുടെ നാട് അടിയന്തരമായി അതിജീവിക്കേണ്ടുന്ന കെടുതി മഴക്കെടുതിയാണോ മാർക്സിസ്റ്റ് കെടുതിയാണോ എന്ന് നമുക്ക് വ്യക്തതയില്ല. മഴയെ നമ്മൾ എന്തായാലും അതിജീവിക്കും. പക്ഷേ ഈ മാർക്സിസ്റ്റ് വിലാപത്തെ നമുക്ക് എന്നാണ് അതിജീവിക്കാൻ കഴിയുമെന്നറിയില്ല. നാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിരുന്നുണ്ട് നടക്കുകയാണ് എന്ന്. എന്താണ് സത്യം? ഇന്നലെ ശ്രീ വി.ഡി. സതീശന്റെ പരിപാടികൾ മലപ്പുറം ജില്ലയിലായിരുന്നു. പരിപാടികൾ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ കയറി അദ്ദേഹം ഭക്ഷണം കഴിച്ചു.
ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടവും എൻ്റെ ഔചിത്യവുമാണ്. അത് വന്നു കയറുന്ന ആൾ തീരുമാനിക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഭക്ഷണത്തെ ഇവർക്ക് വിരുന്നായിട്ടാണ് തോന്നിയത്. CPM നേതാക്കന്മാർ ഉന്നയിക്കുന്ന ഈ വിമർശനത്തെ നമ്മളും ഏറ്റെടുക്കുമായിരുന്നു. അതിനെ ഈ നാട് കഴമ്പുള്ളതായി കാണുമായിരുന്നു. ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ഒരു വിരുന്ന് സംഘടിപ്പിച്ചതാണ് എങ്കിൽ. എന്നാൽ ഇതല്ല. പറച്ചിൽ കേട്ടാൽ തോന്നും നിപ്പയുണ്ടായ സമയം, കോവിഡ് ഉണ്ടായ ഏതാണ്ട് 2-3 വർഷക്കാലമൊക്കെ ശ്രീ വിജയൻ കേരളത്തിൽ ഉണ്ണാവൃതം ഇരുന്നിട്ടാണ് നമ്മുടെ നാടിനെ ഈ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ഓർത്തുപോകും. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരോടുള്ള വിനീതമായ അഭ്യർത്ഥന, നിങ്ങൾ ഈ ദുരന്ത കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കഴിക്കുന്ന ബിരിയാണിക്കകത്ത് ചിക്കൻ പീസ് ഉണ്ടോ എന്ന് ചെയ്യുന്ന വലിയ ദുരന്തങ്ങളായി മാറാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളോ ഉണ്ട് എങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അത് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ ജനങ്ങൾ കൈയടിക്കും, സർക്കാർ ആവശ്യമായ തിരുത്തലുകളും വരുത്തും. ഇനി ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശിക്കുവാനുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് മറുപടി. മഴ പെയ്ത് ദുരന്തമുണ്ടായാൽ മാത്രം ദുരിതാശ്വാസത്തെപ്പറ്റി ചിന്തിച്ചിരുന്ന വിജയന്റെ ദുരന്ത സർക്കാരിൽ നിന്ന് മാനത്ത് മഴക്കാറ് കാണുന്നതിന് മുൻപ് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന UDF സർക്കാരിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. ശ്രീ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചുമതലയുള്ള മന്ത്രിയായും ശ്രീ AP അനിൽകുമാർ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി അവർ ഒരുമിച്ച് നടത്തിയ മീറ്റിംഗ് കേരളത്തിൽ വരാൻ പോകുന്ന എല്ലാ കാലവർഷക്കെടുതികളെയും അതിജീവിക്കുവാൻ ആവശ്യമായി കേരളത്തെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ മുന്നറിയിപ്പുകൾ കിട്ടാതിരുന്നിട്ട് കൂടി 31-ാം തീയതി പെയ്ത മഴയ്ക്ക് 29-ാം തീയതി തന്നെ സംസ്ഥാന സർക്കാരിന് തയ്യാറെടുപ്പുകൾ തുടങ്ങുവാൻ കഴിഞ്ഞത്. മഴ പെയ്ത് ദുരന്തമുണ്ടായ ശേഷം മാത്രം ദുരിതാശ്വാസത്തെ കുറിച്ച് ചിന്തിച്ചിരുന്ന മുൻ പിണറായി സർക്കാരിന്റെ ദുരന്ത ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി മാനത്ത് മഴക്കാർ കാണുന്നതിന് മുമ്പ് തന്നെ UDF സർക്കാർ പ്രോ ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങിയിരുന്നു. കേന്ദ്രത്തിൽ നിന്നും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ലഭിക്കാതിരുന്നിട്ടുകൂടി ജൂലൈ 31-ന് പെയ്യാൻ പോകുന്ന കനത്ത മഴ മുന്നിൽ കണ്ട് ജൂലൈ 29-ാം തീയതി തന്നെ റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 14 ജില്ലാ കളക്ടർമാരുടെയും അടിയന്തര യോഗങ്ങൾ വിളിച്ചു ചേർന്നിരുന്നു. ജൂലൈ 20-ന് മുമ്പ് തന്നെ ദുരന്ത നിവാരണത്തിനുള്ള ഓറഞ്ച് ബുക്കിൽ പറയുന്ന മുഴുവൻ മാനദണ്ഡങ്ങളും പ്രോട്ടോകോളും പാലിക്കപ്പെട്ടു എന്ന് മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് മീറ്റിംഗ് നടത്തി ഉറപ്പുവരുത്തിയിരുന്നു. മഴ ശക്തമാകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ജില്ലാ ചുമതലയിലുള്ള മന്ത്രിമാരായ PC വിഷ്ണുനാഥും അനൂപ് ജേക്കബും അടക്കമുള്ളവർ ദുരന്ത സാധ്യതയുള്ള പത്തനംതിട്ട, ഇടുക്കി പോലുള്ള ജില്ലകളിൽ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. മുൻ സർക്കാരുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും 3 കോടി രൂപ വീതം സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. കൂടാതെ ഓരോ പഞ്ചായത്തുകളിലും അടിയന്തര ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ 1 ലക്ഷം രൂപ വീതവും വാർഡുകളിൽ ക്ലീനിംഗ് പ്രോസസ്സിനായി 25,000 മുതൽ 50,000 രൂപ വരെയും പ്രത്യേക സാഹചര്യങ്ങളിൽ 1 ലക്ഷം രൂപ വരെയും ചെലവഴിക്കാൻ കളക്ടർമാർക്ക് ഉത്തരവ് നൽകി. മഴ പെയ്ത് 2ാമത്തെ ദിവസം തന്നെ നാട് ക്ലീനിംഗ് പ്രോസസ്സിലേക്ക് കടന്നു എന്നതും 9 NDRF ടീമുകളെ മത്സ്യത്തൊഴിലാളികളായ കേരളത്തിന്റെ സ്വന്തം സൈന്യത്തെയും മുൻകൂട്ടി വിന്യസിച്ചതുമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും കേരളത്തെ കാത്തു സൂക്ഷിച്ചത്. അത് മറക്കാതെ പോകരുത്.